ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടിലൻ മാങ്ങ ചമ്മന്തി പൊടിയാണ്. ഇതുണ്ടാക്കിയിട്ടുള്ളത് പച്ചമാങ്ങ കൊണ്ടാണ്. ഈ ചമ്മന്തിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ പച്ചമാങ്ങ ചെറുതായി കട്ട് ചെയ്തതും ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പച്ചമാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ഇല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കുക. പിന്നെ ചമ്മന്തിയിലും വെള്ളം ചേർക്കാതിരിക്കുക. അപ്പോൾ ഞാൻ അതാ അടച്ചിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചമ്മന്തി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചമ്മന്തി നല്ല രീതിയിൽ വറുത്തെടുക്കുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ രീതിയിൽ വറുത്തെടുത്താൽ നമുക്കൊരു 2 ആഴ്ച വരെ ഇത് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ചമ്മന്തി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ റെസിപ്പികൾ നമ്മളുടെ ചാനലിലുണ്ട്. എല്ലാവരും ചാനലിൽ കയറി ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ ചമ്മന്തിയിൽ ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ അത് വേണ്ടവർക്ക്, മധുരം ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ലേശം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പ് കുറഞ്ഞ കാരണം ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ മറ്റു കറികളൊന്നും ഇല്ലാതെ തന്നെ ചോറിന് നമുക്ക് കഴിക്കാം. പുളിയും മധുരം ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ടുള്ളത്. അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും ഇത് നല്ല രീതിയിലൊന്നും കൂടെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെയും അതുപോലെ ദോശക്കും എല്ലാത്തിനും നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.